സാന്നിധ്യം അറിയിച്ച് ആം ആദ്മി പാർട്ടി. സംസ്ഥാനത്ത് അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കുമെന്ന് ആം ആദ്മി പാർട്ടി പിറവം സ്ഥാനാർത്ഥി എൽദോ എബ്രഹാം പിറവത്ത് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ജനോപകാരപ്രദമായ വികസന പദ്ധതികൾ ഡൽഹിയിലും പഞ്ചാബിലും നടപ്പിലാക്കിയ ജനകീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടിയെന്ന് പാർട്ടി പിറവം സ്ഥാനാർത്ഥി എൽദോ എബ്രഹാം പിറവത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് എതിർക്കുന്നവരെ ഭയപ്പെടുത്തിയാണ് ഭരിക്കുന്നതെന്നും രാജ്യത്ത് അഴിമതിരഹിത ഭരണം നടപ്പിലാക്കുവാൻ കഴിയുന്ന ഏക പ്രസ്ഥാനമാണ് കേരളത്തിൽ അംഗത്തിനിറങ്ങിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലം പ്രസിഡന്റ് ബേബി തെക്കേടം, ബിജു വർഗീസ്, വർഗീസ് കെ വൈ, സുനിൽ മണി, സെലിൻ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം കേരളം അർഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആം ആദ്മി ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഒരു ക്യാപ്ഷൻ തന്നെയാണ് കേരളം നല്ലത് അർഹിക്കുന്നു. ഇത് ആം ആദ്മിയുടെ പ്രധാനമന്ത്രിയുടെ ഒരു ക്യാപ്ഷനാണ്. കേരളം നല്ലത് അർഹിക്കുന്നു, പക്ഷെ അർഹിക്കുന്നത് കേരളത്തിന് കിട്ടുന്നില്ല. കാരണം ഇത് അധികാരത്തിന്റെ അപ്രകർഷണത്തിന് വേണ്ടി പിടിവിലി കൊടുക്കുന്ന ഒരു വട്ടം രാഷ്ട്രീയക്കാരുടെ കൈകളിലായിപ്പോയിട്ടുള്ള രാഷ്ട്രീയം നമ്മുടെ കേരളം. എത്രയോ ചെറുപ്പക്കാർ ഇവിടെ ജോലിയില്ലാതെ പുറം രാജ്യങ്ങളിലേക്ക് കടന്നുകൊണ്ട് വികസനം എന്ന് പറഞ്ഞാൽ ഇവിടെ ജനത്തിന് ജോലി കൊടുക്കണം. സർക്കാർ സംവിധാനത്തിലാണ് ജോലി കൊടുക്കാൻ പറ്റുകയില്ല, പ്രൈവറ്റ് സംവിധാനങ്ങൾ വേണം. പക്ഷെ ആ പ്രൈവറ്റ് സംവിധാനങ്ങളിലും ജോലി ചെയ്യാൻ യുവജനങ്ങൾക്ക് സാധ്യമാവുന്നില്ല, നല്ല സംവിധാനങ്ങൾ വരുന്നില്ല. ഇത് ശരിക്കും പിറവത്തിനൊരു പ്രതീക്ഷ തരുന്ന അവസരമാണ്. അത് പിറവത്തിലെ ഓരോ ജനങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇപ്പം ഞാൻ വന്ന വഴിക്ക് തന്നെ കണ്ടു, ഇപ്പോൾ LDFിൻ്റെയും UDFിൻ്റെയും പോസ്റ്ററുകൾ രണ്ടും ഒരേപോലെ ഏകദേശം ഒരു മതിലിനെ കറക്റ്റായിട്ട് ബാധിച്ചുകൊണ്ട് ഒട്ടിച്ചു പോകുന്ന ഒരു തൊഴിൽ കൊടുത്ത് ഏൽപ്പിച്ച് ഒട്ടിച്ചു പോകുന്ന ഒരു പ്രകടനമാണ്. ഇപ്പോൾ ഒരാൾ തന്നെയാണ് ഒട്ടിച്ചേക്കുന്നത് തോന്നുന്നത് LDFിൻ്റെയും UDFിൻ്റെയും പോസ്റ്ററുകൾ. ശരിക്കും നമ്മുടെ രാഷ്ട്രീയത്തെ ഒന്നുകൂടി വിലയിരുത്തുന്ന ഒരു സമയമാണ് ഇപ്പോൾ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഇപ്പോഴും ഒരു കുടിവെള്ള പ്രശ്നം പോലും ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിറവം നിയോജകമണ്ഡലത്തെ കുടിവെള്ള പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ ഏകദേശം 30 വർഷത്തോളം രാഷ്ട്രീയ കുടുംബ പാരമ്പര്യമുള്ള ഈ പിറവം നിയോജകമണ്ഡലത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ന്യൂസ് ബ്യൂറോ പിറവം. ശരിക്കും രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.